ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമ്മുടെ അമേരിക്കൻ ട്രാവൽ വ്ളോഗിൽ ന്യൂയോർക്ക് സിറ്റിയുടെ സെക്കൻഡ് പാർട്ടാണ്. ഞങ്ങൾ ഫെറി യാത്രയൊക്കെ കഴിഞ്ഞ് അവിടെ ഇരുന്ന് തന്നെ ഒരു ബസ് കയറി. ഞങ്ങൾ പകുതി ദൂരത്തിൽ സിറ്റി കംപ്ലീറ്റ് ബസ്സിൽ വന്നിട്ട് പിന്നെ അവിടെ ഇറങ്ങി നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ നടക്കുമ്പം നമുക്ക് കുറച്ചുകൂടി സിറ്റി എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി നടന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ആദ്യം ട്വിൻ ടവേഴ്സ് ഇരുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഈ ബ്ലൂ കളറിൽ കാണുന്ന ബിൽഡിംഗ് അതിനുശേഷം അവർ ബിൽഡ് ചെയ്തതാണ്. 16 ഏക്കറിലാണ് ആ ട്വിൻ ടവേഴ്സ് ഉണ്ടായിരുന്നത്. ഇതിൽ പകുതിയിൽ ഈ ബ്ലൂ ടവറും ബിൽഡ് ചെയ്തിട്ട് പകുതി സ്ഥലത്ത് അവർ മെമ്മോറിയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ബിൽഡിംഗ് നല്ല ഹൈറ്റുണ്ട്, നല്ല ബ്ലൂ കളറിലാണ് ഉള്ളത്. അത് ഇതിൻ്റെ ബ്ലൂ കളറാണോ അതോ സ്കൈയുടെ ബ്ലൂ കളർ ഇതിൽ റിഫ്ലക്റ്റ് ആവുന്നതാണോ എന്നറിയില്ല. പക്ഷേ ആ സ്കൈൻ്റെ ബ്ലൂ കളറും ക്ലൗഡ്സിൻ്റെ വൈറ്റ് കളറും എല്ലാം അതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഒരു 100 ഫ്ലോറെങ്കിലും അതിൻ്റെ മുകളിൽ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ഇടത്ത് വശത്തായിട്ടാണ് മെമ്മോറിയൽ അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒരു വലിയ പാർക്കും അതിൻ്റെ നടുക്കായിട്ട് മെമ്മോറിയലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ മെമ്മോറിയൽ ഒരു വാട്ടർ ഫൗണ്ടനാണ്, ഒരു വലിയ വാട്ടർ ഫൗണ്ടനാണ്. ഇതിൽ 24 അവേഴ്സും വാട്ടർ ഇങ്ങനെ റീസൈക്കിൾ ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ വാട്ടർ ഫൗണ്ടിൻ്റെ ചുറ്റും ഒരു മാർബിൾ സ്ലാബ് ഇട്ടിട്ടുണ്ട്. അതിൽ ഈ ട്വിൻ ടവർ ബ്ലാസ്റ്റിൽ മരിച്ച 2977 ആൾക്കാരുടെ പേരും അവർ കൊത്തി വച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പം നമുക്ക് അന്ന് 2001 നമ്മൾ ഈ ടി വിയിൽ കണ്ട ദൃശ്യവും അതിലുണ്ടായ ഇതും ബഹളവും എല്ലാം നമുക്ക് കൺമുന്നേ വന്നിട്ട് നമുക്ക് വല്ലാത്ത ഒരു ഫീലിംഗാണ് ഉണ്ടാകുന്നത്. ഒരു നിമിഷം ഒരു വിങ്ങലും ഉണ്ടായി. അതിൻ്റെ അടുത്തായിട്ട് ഒരു മാളുണ്ട്. അത് നമ്മൾ പുറത്തിരുന്ന് കാണുമ്പം ഒരു ഗരുഡൻ ഇങ്ങനെ വിങ്സൊക്കെ വിരിച്ച് വച്ച് പറക്കാൻ റെഡിയായി നിൽക്കുന്നത് പോലെ തോന്നും. പക്ഷേ അകത്ത് കയറിയാലോ അത് ഒരു അടിപൊളി മാളാണ്, വലിയ മാളാണത്. അകത്ത് ഷേപ്പും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ധാരാളം ഷോപ്സ് ഉണ്ട്. എല്ലാ ബ്രാൻഡ് സാധനങ്ങളും അവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ അവിടെ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന അവിടെ താമസിക്കുന്നവരും ജോലിസ്ഥലത്ത് പോകുന്നവരും പഠിക്കാൻ വന്നിട്ടുള്ളവരും എല്ലാവരും ഇതിൽ കൂടിയാണ് അവർ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സൈഡിലും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലും 2 മെട്രോ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻസും ഉണ്ട്. രണ്ടും 2 റൂട്ടിലായിട്ട് പല പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളാണ്. അവിടെ എല്ലാ മെട്രോ ട്രെയിനും അണ്ടർഗ്രൗണ്ടിലാണ് അവർ സ്ഥാപിച്ചിട്ടുള്ളത്. പുറത്ത് നമുക്ക് കാണാനേ പറ്റുന്നില്ല. പക്ഷേ അണ്ടർഗ്രൗണ്ടിൽ ഒരു വലിയ സ്റ്റേഷനാണ് ഉള്ളത്. മെമ്മോറിയലിൻ്റെ അടുത്ത് ഒരു ബാസ്ക്കറ്റിൽ ഒരുപാട് കയ്യിലിടുന്ന റബ്ബർ ബാൻഡ് വച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 9/11 മെമ്മോറിയൽ നെവർ ഫർഗെറ്റ് .org എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് ഓരോന്ന് എടുത്തുകൊണ്ട് വരാം. അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ടൈം സ്ക്വയറിലേക്കാണ്. അവിടെ നിന്ന് തന്നെ മെട്രോ ട്രെയിൻ കയറി ഞങ്ങൾ ടൈം സ്ക്വയറിലേക്ക് പോയി. അവിടെ നിന്ന് 7 സ്റ്റോപ്പുണ്ട്. എന്നാലും നമുക്ക് പെട്ടെന്ന് എത്തും. ഓരോരോ സ്റ്റാപ്പിൻ്റെയും ഇടയ്ക്ക് 2 മിനിറ്റ് 3 മിനിറ്റ് വ്യത്യാസമേ ഉള്ളൂ. ഞങ്ങൾക്ക് സ്പീഡിൽ അവിടെ എത്താൻ പറ്റി.
എൻ്റെ മക്കൾക്ക് ടൈം സ്ക്വയർ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇതേക്കുറിച്ച് അറിയുന്നത് തന്നെ. എൻ്റെ ചെറുമോൾക്ക് പോലും ഇത് അറിയാം. പെപ്പ ന്യൂയോർക്ക് സിറ്റിയിൽ പോയിട്ട് ടൈം സ്ക്വയറിൽ പോയി. അതുകൊണ്ട് എനിക്കും കാണണമെന്ന് അവൾക്ക് വാശിയാണ്. ഈ സമയത്ത് വരുന്നതാണ് ഇവിടെ നല്ലതെന്ന് ഞങ്ങൾ എല്ലാവരും വന്നു. ഇവിടെ വന്നപ്പോഴല്ലേ അറിയുന്നത്. നല്ല ഒരു ലുക്കാണ്. എല്ലാ സ്ഥലത്തും ലൈറ്റും ഡിജിറ്റൽ ഡിസ്പ്ലേസും വലിയ വലിയ TVസും കളർഫുൾ എന്ന് വെച്ചാൽ കളർഫുള്ളാണ്. അവിടെ ഒരുപാട് ഫിലിം ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. നമ്മുടെ കമലഹാസൻ്റെ വേട്ടയാട് വിളയാട് സിനിമയിൽ വെള്ളി നിലവേ വെള്ളി വെള്ളി നിലവേ പാട്ടിൽ വരുന്ന ഫുൾ ആൻഡ് ഫുള്ള് സീൻസ് ഇവിടെയാണ് എടുത്തത്. ഇവിടെ കംപ്ലീറ്റ് ആഡാണ് ഡിസ്പ്ലേയിൽ കാണുന്നത്. എല്ലാ ബ്രാൻഡും എല്ലാ ട്രേഡും എല്ലാം ഇവിടെ കാണുന്നുണ്ട്. നമ്മുടെ മോഹൻലാലിൻ്റെ എമ്പുരാൻ പടത്തിൻ്റെ ആഡ് പോലും ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ ഒരു ആഡ് കൊടുക്കണമെങ്കിൽ ഒരു ചെറിയ സ്ഥലത്ത് പോലും കോടികളാണ് കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. ഇവിടെ ധാരാളം സിനിമാ തിയേറ്ററുകളും ഫുഡ് കോർട്ട്സും എല്ലാം ഉണ്ട്. അത് പോരാതെ തന്നെ ഫുഡ് ട്രക്സ് ഒരുപാടുണ്ട്. എല്ലാ സ്ഥലത്തും നല്ല ബിസിയാണ്. നല്ല ലൈവ്ലി ആയിട്ടുള്ള ഒരു സ്ഥലമാണത്. അവിടെ വരുന്ന ആൾക്കാർക്ക് ഫോട്ടോ സെഷന് വേണ്ടിയിട്ടും റീൽസ് എടുക്കാനും വീഡിയോസ് എടുക്കാനുമായിട്ട് അവിടെ ഒരുപാട് സ്ഥലങ്ങൾ അവർ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. നമുക്ക് റോട്ടിൽ നിന്ന് ഡാൻസ് ചെയ്ത് റീലെടുക്കാം, വീഡിയോസ് എടുക്കാം, ഫോട്ടോസ് എടുക്കാം. അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ വച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അവിടെ മുകളിൽ കയറി നിന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ആ ലൈറ്റൊക്കെ കാണുന്ന രീതിയിൽ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ നല്ല ടയേർഡാണ്. രാവിലെ തൊട്ട് ഞങ്ങൾ നടക്കുന്നതാണ്. ന്യൂയോർക്ക് സിറ്റിയിലും ഒരുപാട് ദൂരം നടന്നാണ് കണ്ടത്. പക്ഷേ ഇത് ഇങ്ങനെ രാത്രിയിലാണ് കാണേണ്ടത്. അതും ഇതിനു വേണ്ടി ഇനി ഇവിടെ വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. നാളത്തെ പ്രോഗ്രാമിനെ അത് ബാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഒരു സ്പിരിറ്റിൽ നടന്ന് എല്ലാം കണ്ടു. അങ്ങനെ അന്നത്തെ ദിവസം ടൈം സ്ക്വയറും കൂടി കണ്ടിട്ട് ഞങ്ങൾ ഒരുപാട് ദൂരം നടന്നു. ടൈം സ്ക്വയറും കണ്ടിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എയർബിഎൻബിയിലേക്ക് തിരിച്ചു. ഇനി നാളത്തെ വിശേഷങ്ങൾ നാളെ നമുക്ക് കാണാം. ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണം. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സുമെല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.